ഇവിടെ റൂത്ത് നവോമിയെ പിൻപറ്റിയപ്പോൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല പിൻപറ്റിയത്. ഒറ്റയ്ക്ക് പോകുന്ന അമ്മായിയമ്മ, ഭർത്താവും തൻ്റെ 2 ആൺമക്കളും മോവാബിൽ തീരുകയാണ്. അവർ മരിച്ച് മൺമറയുകയാണ്. അവർ സമ്പന്നരായിരുന്നു. അവരുടെ വയലുകൾ, അവരുടെ വസ്തുവകകളെല്ലാം ബേത്ലഹേമിൽ കിടപ്പുണ്ട്. എന്നാൽ സുഖമായി ജീവിക്കേണ്ടതിന് വേണ്ടി അവർ മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യുകയാണ് പ്രതിസന്ധിയുടെ നടുവിൽ. അവിടെ ചെന്ന് എല്ലാം നഷ്ടപ്പെട്ടവളായി. പണത്തെക്കാൾ ഉപരി വലിയ നഷ്ടം ജീവിതത്തിലുണ്ടായി. തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ വിചാരിച്ചു 2 ആൺപിള്ളേരുണ്ടല്ലോ. എന്നാൽ തൻ്റെ 2 ആൺമക്കളും അവിടെ മരിക്കുക. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഒടുവിൽ മടങ്ങി നാട്ടിലേക്ക് വരാൻ നേരത്തെ 2 മരുമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഓർപ്പയോടും റൂത്തിനോടും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം, നിങ്ങളുടെ പിതൃഭവനത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. ഞാൻ എൻ്റെ നാട്ടിലേക്ക് ബേത്ലഹേമിലേക്ക് ഞാൻ പോവുകയാണ്. ഓർപ്പ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് അമ്മായിയമ്മയെ യാത്ര തിരിച്ചു. ഉടനെ നവോമി വിചാരിച്ചു രൂത്തും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് വിചാരിച്ചു. അതല്ലേ സംഭവിക്കേണ്ടത്. ഇനി പോകുന്ന സ്ഥലം യഹൂദന്മാരുടെ ഇടയിലേക്കാണ്. അവിടെ ചെന്നാൽ മോവാബ്യ സ്ത്രീയായ എന്നെ ജനം അംഗീകരിക്കത്തില്ല. മോവാബ്യ സ്ത്രീയായ എനിക്ക് അവർ ഇടം തരില്ല. എനിക്ക് അവിടെ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകത്തില്ല. എന്നെ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആകെ ഭാരപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലും അവളുടെ ഉള്ളിൽ അവൾ തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അമ്മായിയമ്മയെ ഒറ്റയ്ക്ക് വിടത്തില്ല. അമ്മായിയമ്മയുടെ കൂടെ ചേർന്ന് നിൽക്കും. ബൈബിളിൽ അവൾ രൂത്ത് നവോമിയോട് പറ്റിച്ചേർന്നു. സ്തോത്രം. അവൾക്കറിയാം പറ്റിച്ചേർന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് നന്മയല്ല. ഇനി ഇവിടുന്ന് ബേത്ലഹേം വരെ എൻ്റെ അമ്മായിയമ്മയുടെ കൂടെ ഞാൻ നടക്കണം. ചില നാൾ കഴിയുമ്പോൾ പ്രായാധിക്യത്തിലായ എൻ്റെ അമ്മായിയമ്മ മരിച്ചു പോകും. ആ യഹൂദ ദേശത്ത് ബേത്ലഹേമിൽ ഞാൻ ഒറ്റപ്പെടും. ചിന്തിച്ചാൽ മാനുഷികമായി ഒരിക്കലും കൂടെ പോകാൻ പറ്റാത്തൊരു സാഹചര്യമെങ്കിലും അവൾ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ പോരും. ഉടനെ നവോമി പറഞ്ഞു, വേണ്ട, നീ നിന്റെ ദേശത്തേക്ക് പോകാല്ല. അവൾ പറഞ്ഞില്ല, നിന്റെ ദൈവം എൻ്റെ ദൈവം. അവൾ തീരുമാനമെടുക്കുകയാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. നീ പാർക്കുന്നിടത്ത് ഞാൻ നിന്റെ കൂടെ പാർക്കും. ഒരുപക്ഷെ പ്രതിസന്ധിയായിരിക്കും, വെല്ലുവിളിയായിരിക്കും, പരാജയമായിരിക്കും, തോൽവിയായിരിക്കും, വേദനയായിരിക്കും. നിന്നെ വിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. ഇന്ന് പകൽക്കാലം അങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്ത പ്രിയപ്പെട്ടവര് ഇവിടെ വന്നിട്ടുണ്ട്. പിന്മാറിപ്പോകേണ്ട സാഹചര്യങ്ങൾ, വിട്ടുപോകേണ്ട സാഹചര്യങ്ങൾ അനവധി ഉണ്ടായിട്ടും ഈ ദൈവത്തെ, നിന്റെ ദൈവമെന്ന് പറഞ്ഞതുപോലെ ഈ ദൈവത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ വിട്ടുമാറിപ്പോയ പലരുടെയും മുമ്പിൽ, പിന്തിരിഞ്ഞു പോയ പലരും നിന്റെ മുമ്പിലുണ്ടെങ്കിലും നീ പിടിച്ചു നിന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് ദൂത് പറയുന്നു. അവൻ ലോകം മുഴുവൻ നിന്ദിച്ചപ്പോഴും, ലോകം മുഴുവൻ പുറകോട്ട് വലിച്ചപ്പോഴും, ഏലിയാവിന്റെ പുറകെ പോകുന്ന എലീശയെ കണ്ടുകൊണ്ട് മുഴുവൻ പേരും പറഞ്ഞു, എലീശ നീ അവന്റെ കൂടെ പോകരുത്. ആമേൻ. എങ്കിൽ എലീശ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവന്റെ കൂടെ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന നിന്നെ
എൻ്റെ ദൈവം തള്ളിക്കളയത്തില്ല.